അങ്ങനെ സിനിമ തുടങ്ങുന്നത് തന്നെ വട്ടുള്ള ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ്. കാൽവട്ട്, അരവട്ട്, മുക്കാവട്ട്, മുഴുവട്ട്, പിന്നെ വരുന്നവരും പോകുന്നവർക്കും വരെ ഈ സിനിമയിൽ വട്ടാണ് ഗൈസ്. ചിലപ്പോ എനിക്കും തോന്നും നല്ല അസല് ഭ്രാന്താണെന്ന്. പിന്നെ ഈ സിനിമയിലെ പോസിറ്റീവ് എന്ന് പറയുന്നത് ലാലിൻ്റെ പെർഫോമൻസും അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ടീഷർട്ടുകളാണ്. ഫുൾ വെറൈറ്റിയാണ്. ഹാൻസം എക്സോട്ടിക് പാഞ്ചലുകൾ. പൂങ്കോഴിയുടെ മുട്ട, മുട്ട കിട്ടത് തത്ത, തത്തക്കെന്തിന്റെ വട്ട, എഴുന്നേറ്റ് പോടാ പൊട്ട. എന്നാ പിന്നൊരു പാട്ടായാലോ? പൂവേ ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞു. പിന്നെ ഈ സിനിമയിൽ പല കോമഡികളും ഇങ്ങനത്തെയാണ്. സോ കല്യാണത്തലേന്ന് വട്ടുള്ള നിധി ആദ്യം തന്നെ എബിയോട് ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല, ഹൽവ പോലത്തെ കുതിരയാണ്. ഹൽവ പ്ലസ് കുതിര ഇസിക്കൽ ടു. അപ്പൊ നമ്മൾ ഹൽവ പോലത്തെ ഒരു കുതിരയെ ChatGPT പ്രോംപ്റ്റിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഇത്. പിന്നെ ഈ പടത്തിൽ ഇന്റർവെൽ ബാബു ഈ പട്ടീനെ വെച്ചാണ് പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഇയാളെ കാണിക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ ഈ പട്ടി ഉണ്ടാവും. ഫഹദിക്ക ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവറാണ്. പിന്നെ ഈ സിനിമയിൽ നമുക്ക് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, അവളുടെ മുഖത്ത് പോയി ഒരു സ്ലാപ്പ് ചെയ്യും.